നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മത്സരത്തിന് മുൻപായി ഇവിടെ നിന്ന് ലഭിച്ച ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇവിടുത്തെ വിധികർത്താക്കൾ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ദേവനന്ദിനി മാഡം എപ്പോ കാനഡയിൽ വന്നു? ഞാൻ വന്നിട്ട് 1 വീക്കായി. മാഡം എന്താ സർപ്രൈസ് ആയിട്ട്? ഇവിടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ഇത് നമ്മുടെ ഫീൽഡ് ആണല്ലോ, അപ്പോ അറിഞ്ഞു കേട്ട് വരുന്നതിൽ തെറ്റില്ലല്ലോ. ഒരു തെറ്റുമില്ല മാഡം. ആരാ മോനെ അത്? അമ്മേ, അതാണ് ദേവനന്ദിനി മാഡം. പല ചാനലുകളിലും കുക്കിംഗ് ഷോ നടത്തുന്നുണ്ട്. ഇപ്പോ വലിയ നിലയില്ല. Sorry, I'm really sorry. മോളുണ്ടാക്കിയത് മുഴുവൻ താഴെ പോയല്ലോ. ഈശ്വരാ. സമയം അവസാനിക്കാറായി. ഇനി ഒരു 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അമ്മേ, അമ്മ പോവാൻ പാടില്ല. അത് മാത്രമല്ല എന്നെ അലട്ടുന്ന പ്രശ്നം. എത്രയും പെട്ടെന്ന് രുക്മിണി മാഡത്തിന്റെ ക്യാഷ് കൊടുത്ത് തീർക്കണം. എനിക്ക് തോന്നുന്നത് അതിനുള്ള വഴി എത്രയും പെട്ടെന്ന് തന്നെ തെളിയുന്ന. ജഗദീശന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അവള് തോറ്റു, ഉറപ്പല്ലേ? അംബികയോടാ കളി. ഇനി നീ രാജുവിന്റെ വീടിന്റെ രക്ഷകയാകുന്നത് എനിക്കൊന്ന് കാണണം. ഈശ്വര, എന്റെ മോള് അവളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് അവളെ ചെന്ന് കയറിയ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പാചക മത്സരത്തിൽ അവളുടെ ഗുരു രാധമ്മയാ. രാധമ്മ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഓർത്ത് ചേരുവകൾ കൃത്യമായി ചേർത്ത് രുചിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ അവൾക്ക് കഴിയണേ. മത്സരത്തിനിടയിൽ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അത് തരണം ചെയ്യാൻ അവൾക്ക് ശക്തി നൽകണേ ഈശ്വര.
വീട്ടമ്മമാർക്ക് വേണ്ടി നടത്തിയ ഫുഡ് കോമ്പറ്റീഷൻ പര്യവസാനിച്ചിരിക്കുന്നു. ജഡ്ജസ് വിജയി ആരാണെന്നും തീരുമാനിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സനീഷ് കുറുപ്പ് സർ വിജയിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ദേവനന്ദിനി മേഡം ഉള്ളപ്പോ മേഡം തന്നെ അത് നിർവഹിച്ചാൽ മതി. ഓക്കെ. എന്റെ പേര് ദേവനന്ദിനി. എന്നെ ഇവിടെ നിങ്ങളില് കുറച്ചുപേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആരാണെന്നുള്ളത് വിട്ടേക്കൂ. ആദ്യം തന്നെ ഞാൻ വിജയികൾ ആരാണെന്ന് പ്രഖ്യാപിക്കാൻ പോവാ. മത്സരത്തിന് മുൻപായി ഇവിടെ നിന്ന് ലഭിച്ച ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇവിടുത്തെ വിധികർത്താക്കൾ പറഞ്ഞ് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇതല്ലേ, ശില്പ ചക്രവർത്തി. കൺഗ്രാറ്റ്സ്. 1ാം സമ്മാന തുകയായ 25 ലക്ഷം രൂപയുടെ ചെക്ക് അടുത്ത ദിവസം ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശില്പ ചക്രവർത്തിക്ക് കൈമാറുന്നതാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.